ഇരുമ്പിൻ്റെ അംശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ പാറകളിലും മണ്ണിലും പൊതുവെ ഇരുമ്പിൻ്റെ അംശം കൂടുതലായിട്ടാണ് കാണുന്നത്. അത്തരം അടിസ്ഥാന പാറകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉറവകൾക്കൊക്കെ തന്നെ ഇരുമ്പിൻ്റെ അംശം ധാരാളമായിട്ട് കാണുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. ഇരുമ്പിനെ അതിനെ ഒരു പൊല്യൂട്ടൻ്റ് ആയിട്ടല്ല കാണുന്നത്. പൊതുവെ ശാസ്ത്രലോകം അതിനെ ഒരു ഇറിറ്റൻ്റ് എന്നാണ് പറയുക. കാരണം ഇരുമ്പ് നേരിട്ട ശരീരത്തിന് വലിയ ഹാനി ഒന്നും വരുത്തുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ നമുക്ക് ഇരുമ്പ് ആധിക്യമുള്ള ജലം കെട്ടി നിൽക്കുന്ന ടാങ്കുകളിലൊക്കെ തന്നെ നിറവ്യത്യാസം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ജലത്തിൽ കഴുകുന്ന വസ്ത്രങ്ങൾക്ക് കറ പിടിക്കുക, അതുപോലെ തന്നെ അത്തരം കിണറുകളിൽ മുകളിൽ ഒരു പാട പോലെ കാണുക, ഇതൊക്കെയാണ്. അതുകൊണ്ട് അതിനൊരു ഇറിറ്റൻ്റ് എന്നാണ് പറയുക. ഇരുമ്പ് സ്വാഭാവിക അവസ്ഥയിൽ രണ്ട് തരത്തിൽ ഫെറിക്, ഫെറസ് എന്ന് പറയുന്ന രണ്ട് ഫോമുകളിലാണ്. അത് ഈ ഫെറസ് എന്ന് പറയുന്ന ഫോമാണ് കൂടുതലായിട്ട് ജലത്തിലേക്ക് ലയിക്കുവാൻ സാധ്യതയുള്ളത്. പക്ഷേ വളരെ സങ്കീർണമായ ചില സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ലയനം നടക്കുകയുള്ളൂ. ചില പ്രത്യേക ബാക്ടീരിയകളുടെ സാന്നിധ്യം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അമിതമായ സാന്നിധ്യം, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ pH, അമ്ലത്വം കൂടുതലുള്ള ഒരവസ്ഥ, ഇങ്ങനത്തെ ചില കോംപ്ലക്സ് സാഹചര്യങ്ങളിലൂടെയാണ് ഈ ഫെറസ് ആയിട്ടുള്ള ഇരുമ്പ്, ആ ഫോമിലുള്ള ഇരുമ്പ് കുടിവെള്ളത്തിൽ ലയിക്കുന്നത്. കുടിവെള്ളത്തിലെ ഇരുമ്പിനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കും. ആ ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. വെള്ളത്തിലെ അയൺ കണ്ടന്റ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനായി വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്ന രീതി പരിചയപ്പെടാം. ഇതിനായി ടെസ്റ്റിംഗ് കിറ്റിൽ Fe1, Fe2, Fe3 എന്നിങ്ങനെ 3 റിയേജൻസും ഒരു ടെസ്റ്റ് ട്യൂബും ഒരു മെഷറിംഗ് സിലിണ്ടറുമാണ് നൽകിയിരിക്കുന്നത്. ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായി ശുദ്ധമായ ജലത്തിൽ ടെസ്റ്റ് ട്യൂബും മെഷറിംഗ് സിലിണ്ടറും കഴുകി വൃത്തിയാക്കുക. ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതുപയോഗിച്ച് ടെസ്റ്റ് ട്യൂബും മെഷറിംഗ് സിലിണ്ടറും റിൻസ് ചെയ്യേണ്ടതാണ്. ആദ്യം ടെസ്റ്റ് ട്യൂബ് സാമ്പിൾ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. മെഷറിംഗ് സിലിണ്ടർ റിൻസ് ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്യുന്നതിനായി 5 ml സാമ്പിളാണ് വേണ്ടത്. അത് മെഷറിംഗ് സിലിണ്ടറിൽ അളന്ന് എടുക്കുക. സാമ്പിൾ മെഷറിംഗ് സിലിണ്ടറിൽ എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുഴിയുള്ള ഭാഗം മെഷറിംഗ് സിലിണ്ടറിൻ്റെ 5 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം സാമ്പിൾ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. ആദ്യമായി വേണ്ടത് Fe1 എന്ന റിയേജൻ്റ് ആണ്. ആ റിയേജൻ്റ് ബോട്ടിൽ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം 5 തുള്ളി ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. ടെസ്റ്റ് ട്യൂബിലെ സാമ്പിൾ നന്നായി മിക്സ് ചെയ്യുക. അടുത്തതായി Fe2 എന്ന റിയേജൻ്റ് 1 തുള്ളി ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. സാമ്പിൾ വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം Fe3 എന്ന റിയേജൻ്റ് 5 തുള്ളി ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക. ടെസ്റ്റ് ട്യൂബിലെ സാമ്പിൾ നന്നായി മിക്സ് ചെയ്യുക. കളർ രൂപപ്പെട്ട് വരുന്നത് കാണാം. ടെസ്റ്റിംഗ് കിറ്റിലെ കളർ ചാർട്ടുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെള്ളത്തിലെ അയണിൻ്റെ അളവ് എത്ര mg/L ആണ് എന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ജലത്തിലെ ഇരുമ്പിൻ്റെ അംശം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങളനുസരിച്ച് 0.3 മുതൽ 1 mg/L വരെ ആകാവുന്നതാണ്. അതിൽ കൂടുതൽ ഇരുമ്പിൻ്റെ അംശമുണ്ടെങ്കിൽ നമുക്ക് തുറന്ന ജലാശയങ്ങളാണെങ്കിൽ മഴവെള്ള സംഭരണത്തിലൂടെ ഒരു പരിധിവരെ ഇരുമ്പിൻ്റെ അംശം കുറയ്ക്കാവുന്നതാണ്.
അമിതമായ ഇരുമ്പിൻ്റെ അംശം കാണപ്പെടുന്ന ജലത്തിനെ അയൺ ഫിൽട്രേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇരുമ്പിൻ്റെ അംശം പരിധിവരെ കുറയ്ക്കാം.